അല്ല ഇതാര്? എപ്പ എത്തി? ഞാൻ 4 മണിക്കുള്ള ബസ്സിൽ കയറി ഇങ്ങ് പോന്നു. നാണിയമ്മ തടിച്ചു കൊഴുത്തു പോയല്ലോ. ഓ, അവിടുത്തെ ചാപ്പാടായിരിക്കും. അത് കുഞ്ഞെന്നെ മനഃപൂർവ്വം ഇരുത്തിയതാ. അന്ന് കൊച്ചിച്ചിരി ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞതിന് തിരിച്ചിങ്ങോട്ട് വെച്ചതാ. വേല അങ്ങ് കയ്യിലിരിക്കട്ടെ. റോജു, പരിചയപ്പെട്ടോ നമ്മുടെ മിസ്സസ് നാണിയമ്മേ? എന്നാ കുഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനെല്ലാം ഒന്ന് പരിചയപ്പെടട്ടെ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി എപ്പോഴും കാണാമല്ലോ. ഒരു വാതലിന്റെ വ്യത്യാസമല്ല ഉള്ളു. രാമു, ഒന്നോർത്താലേ 60 നാണമുള്ള ഒരു അമ്മയപ്പനെ കിട്ടി ഇയാടെ ഭാഗ്യം. പിന്നെ സംശയമുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ആളെ അയച്ചെന്നില്ലേ? ഞങ്ങൾ 1.5 വർഷക്കാലായിട്ട് ആളെ തേടുവല്ലയോ? പിന്നെ അയ്യോ, ഇത് അദ്ദേഹത്തിന്റെ സന്മനസ്സുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞാച്ചാണോ നിങ്ങളുടെ വിചാരം? അവിടെ നിന്ന് കെട്ടി ഇറങ്ങിയതല്ലേ. രാമേ, ഇതിനെ കൊണ്ട് ജോലി നടക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആസ്മയുടെ കൂടല്ലയോ. ഇതുവരെ എനിക്ക് എന്റെ ഭാര്യയുടെ ദുർമുഖം കണ്ടാ മതിയായിരുന്നു. ഇനിയിപ്പോ ഈ പണ്ടാരത്തിന്റെ കൂടെ കാണണം. തലയിലെടുത്ത് ഒരുമാതിരിയൊക്കെ സംസ്ഥാന ഭരണം ഒന്ന് ഒപ്പിച്ചെടുത്തതാ. അതിനിടയ്ക്ക് കേന്ദ്രത്തിൽ നാളെ അയച്ചിരിക്കുക തകടം മറിക്കാം. അല്ല കുഞ്ഞ്, ഗ്യാസ് ഇല്ലയോ? എന്താ പറഞ്ഞേ? ഗ്യാസ്, ഈ കത്തണ ഗ്യാസ്. അയ്യോ, അതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. അടുപ്പിൽ തന്നെ ആഹാരം വെക്കണം, തീ ഊതി തന്നെ കത്തിക്കണമെന്നാ ചേട്ടന്റെ നിയമം. അതൊക്കെ പോലീസ് മുറ കൊണ്ട് പറയുന്നതാ. ഇപ്പൊ ഏത് പെണ്ണുങ്ങൾക്ക് ആ തീ ഊതി കത്തിക്കാൻ അറിയാവുന്നത്? ഈ പുകയൊക്കെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റൂ? അല്ല കുഞ്ഞ്, നിങ്ങൾ എങ്ങനെയാ കറി വെക്കണേ? ഞാൻ വെക്കും. മിച്ചി ഇല്ലയോ? എന്താ മിച്ചിയെ? ഈ അരയ്ക്കുന്ന മിച്ചി. ഇവിടെ മിച്ചി ഇല്ല. ഞങ്ങള് ഇങ്ങനെ മിച്ചുന്നത്. അങ്ങനെ മിച്ചിയെങ്കിലേ ഞങ്ങളുടെ കറിക്കൊരു സ്വാദുള്ളൂ.